നമസ്കാരം. നടൻ വിനായകൻ അതിപ്രശസ്തനാണ്. തമിഴ് സിനിമയിൽ പോയി ഭാരതം കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ രജനീകാന്തിൻ്റെ വില്ലനായി അഭിനയിച്ച് ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പണം വാങ്ങിയോ പണം വാങ്ങാതെയോ നിരൂപണം നടത്തുന്നവരിൽ നിന്ന് രഘുവരനൊപ്പം നല്ല വില്ലനാണ് എന്ന പേര് ചിലരിൽ നിന്നെങ്കിലും കരസ്ഥമാക്കിയൊരു വ്യക്തിയാണ്. നിരവധി ആരാധകരുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ആരാധിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത. കാരണം അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയവും ഒരു ജാതി വ്യവസ്ഥയുടെ ഒരു വല്ലാത്ത ജാതികുമാരന്മാരുടെ ഉൾത്തിളപ്പും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് വിനായകൻ കഴിഞ്ഞ കുറേ കാലമായി മലയാള സിനിമയിൽ പ്രമുഖ ശ്രേണിയിലുള്ളൊരു നടനാണ്. സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ കിട്ടുന്ന തരത്തിൽ, ലഭിക്കുന്ന തരത്തിൽ പ്രാമുഖ്യം നേടിയൊരു നടനാണ്. വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യും അദ്ദേഹം എന്നുള്ള തരത്തിൽ ഉള്ള ചിന്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളും സിനിമാ മേഖലയിൽ കിട്ടിയിരുന്നു. അതിനുമൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായി വിനായകൻ്റെ കാര്യത്തിൽ ഉറപ്പുള്ളൊരു കാര്യം ഒരു പൊതുശല്യമാണ്, ഒരു സാമൂഹിക വിപത്താണ്. കാരണം തുണിയില്ലാതെ ബാൽക്കണിയിൽ വന്ന് നിന്ന് ആളുകളെ അസഭ്യം പറയുക, വെള്ളമടിച്ച് പ്രശ്നമുണ്ടാക്കി പലയിടങ്ങളിലും തോന്നിയവാസങ്ങൾ കാണിക്കുക, പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തുടങ്ങി ഒരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ തട്ട് കിട്ടുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിക്കുക, ഇത്തരത്തിലൊരു പൊതുശല്യമാണ്, ഒരു സാമൂഹിക വിപത്താണ്. ആ വിനായകൻ പല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് അധിക്ഷേപകരമായിട്ടുള്ള പല പോസ്റ്റുകളും പലപ്പോഴും ചെയ്യാറുണ്ട്. ഈ വിനായകൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പൊതു എന്തെങ്കിലും ഒരു അധിക്ഷേപ പോസ്റ്റ് ആരെങ്കിലും സംബന്ധിച്ചോ ഒരു വിഷയത്തെ സംബന്ധിച്ചോ ഇട്ട് അങ്ങ് പിൻവലിക്കും. വിവാദമാകുമ്പോഴല്ല, അത് പണ്ടേ ഉള്ളൊരു രീതിയാണ്. കാണേണ്ടവർ കണ്ടു, അത് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കപ്പെട്ടു എന്ന് ഉറപ്പായതിനു ശേഷം പിൻവലിക്കും. അത്തരത്തിലുള്ള ഏതോ ഒരു വിമർശന പോസ്റ്റിനെ ഉമ്മൻചാണ്ടിയെ വിമർശിച്ചിട്ടുണ്ട്, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കാറില്ല. പൊതുവേ ഒരു അന്തംകമ്മി മനോഭാവവും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. ഒപ്പം വലിയൊരു അപകർഷതാബോധം, എന്തൊക്കെയോ വലിയ അപകർഷതാബോധങ്ങൾ ആ ഉള്ളിലുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തെ ഇത്തരത്തിൽ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതികളെ സംബന്ധിച്ചോ ഒക്കെയുള്ള വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ അദ്ദേഹം ജാതിക്കാട് എടുക്കും. കാരണം അപ്പോൾ ആ ജാതിക്കാട് വരുമ്പോൾ പലരും ഭയന്ന് പിന്മാറും. കാരണം ഒരു ജാതിപരമായിട്ടുള്ള അധിക്ഷേപമായ അദ്ദേഹത്തിന് നേരെയുള്ള ഒരു വിമർശനം മാറരുത് എന്നുള്ള ഭയം കൊണ്ട് പലരും പിന്മാറും. അത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ വളയമില്ലാതെ ചാടി ഒടുവിൽ കുടുക്കിൽപ്പെടുമെന്ന് പറയുമല്ലോ, ഒരുപാട് കാലം ചാടുന്നു. ഈ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയും പോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിനായകൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഇതുവരെ കാണിച്ചതിൽ ഏറ്റവും വലിയ വൃത്തികെട്ടൊരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നു. സംഭവം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഏതോ ആരാധകനോ അല്ലെങ്കിൽ അയാളെ പിന്തുടരുന്ന മറ്റൊരാളോ വിനായകന് വാട്സപ്പിൽ വിനായകനെ വിമർശിക്കുന്ന ഏതോ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ വാർത്തയോ എന്തോ അയച്ചു കൊടുത്തു. അത് വിനായകനെ പ്രകോപിതനാക്കി വിനായകൻ ചെയ്തത് ഈ അയച്ചു കൊടുത്ത വ്യക്തിയുടെ, ഈ വാർത്തയോ പോസ്റ്റോ വിനായകൻ അയച്ചു കൊടുത്ത വ്യക്തിയുടെ പ്രൊഫൈലിൽ ചെന്ന് ആ വ്യക്തിയുടെ 8 വയസ്സുകാരിയായ മകളുടെ ചിത്രമെടുത്ത് ആ വ്യക്തിയുടെ ഫോൺ നമ്പറും ചേർത്ത് അശ്ലീല ചുവയുള്ള വാക്യങ്ങളോടെ തൻ്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ പരസ്യമായി തന്നെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. വലിയ വിവാദമായി. ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പരാതി പോയി. അവരുടെ ശക്തമായി തന്നെ നിയമ നടപടികൾ വേണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, 8 വയസ്സുള്ളൊരു കുട്ടിയുടെ ചിത്രമെടുത്ത് അശ്ലീല ചുവയുള്ള വാക്കുകളും ചേർത്ത് ആ കുട്ടിയുടെ അച്ഛൻ്റെ ഫോൺ നമ്പറും അച്ഛനോടുള്ള എന്തോ കാരണം കൊണ്ടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ പ്രകോപനത്തിൻ്റെ പുറത്തോ ചെയ്തൊരു നടപടിയാണ്. എന്തായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പ്രകടനത്തിന് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിക്ക് വിനായകനെ പ്രേരിപ്പിച്ച മാനസികാവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞ അപകർഷതാബോധം, പെട്ടെന്ന് പണമുണ്ടായപ്പോൾ, പ്രശസ്തി ഉണ്ടായപ്പോൾ ഇനി താൻ എല്ലാവരുടെയും മുകളിലാണ്, എനിക്കിതുവരെ നേരിടേണ്ടി വന്ന എല്ലാ കൈപ്പേറിയ അനുഭവങ്ങൾക്കും ഞാൻ സമൂഹത്തോട് പ്രതികാരം ചെയ്യും എന്നുള്ളൊരു മനോഭാവം, അതൊരു മനോരോഗമാണ്. അതിൻ്റെ ഒപ്പം ഈ പഴയ അപകർഷതാബോധം ഇടയ്ക്കിടെ ഇങ്ങനെ തിക്കിത്തികട്ടി പുറത്തു വരുമ്പോൾ ഇത്തരത്തിലാണ് പല മാനസിക രോഗികളും പ്രതികരിക്കുന്നത്. വിനായകനൊരു മാനസിക രോഗി തന്നെയാണ്. വിനായകനൊരു പൊതുശല്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പൊതുശല്യമാണെന്നുള്ളതൊരു ക്രിമിനൽ എന്നതിനും അപ്പുറം ഒരു മാനസിക രോഗി എന്നുള്ള നിലയിലാണ്. വിനായകന് വേണ്ടത് ജയിലല്ല, ചികിത്സയാണ്, നല്ല ചികിത്സയാണ്. പണ്ടൊക്കെ പറയുമായിരുന്നു ഈ തമാശയ്ക്ക് മാനസിക രോഗത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളുമൊക്കെ അറിയുന്നതിനും അല്ലെങ്കിൽ അത്രത്തോളം അവഗാഹം സമൂഹത്തിനില്ലാത്ത സമയത്ത് കൊണ്ടുപോയി കറണ്ട് അടിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കൊണ്ടുപോയാൽ നടത്തിക്കൊണ്ടുപോയി കറണ്ട് അടിപ്പിക്കാം എന്നൊക്കെ ഒരു ഗ്രാമ്യമായ പ്രയോഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് മാനസിക
രോഗത്തെയും മാനസിക ആരോഗ്യത്തെയും സമൂഹം വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, വിനായകൻ സഹതാപം അർഹിക്കുന്നില്ല എങ്കിൽ പോലും വിനായകൻ ചികിത്സ അർഹിക്കുന്നുണ്ട്, സഹായം അർഹിക്കുന്നുണ്ട്. സഹതാപമല്ല, സഹായമാണ് വിനായകന് വേണ്ടത്. വിനായകൻ നിഷേധിച്ചേക്കാം, കാരണം എല്ലാ മാനസിക രോഗികളും ചെയ്യുന്നൊരു പ്രവൃത്തി അതുതന്നെയാണ്. ഒപ്പം വിനായകൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു വിശകലനത്തിലെത്തുവാൻ ഡോക്ടർമാർ കുറച്ച് പാടുപെട്ടേക്കാം. അതുകൊണ്ട് ഡോക്ടർ അല്ലാത്ത ഞാൻ ഡോക്ടർമാർക്ക് വേണ്ടി ഒരു സാഹസം കാണിക്കുകയാണ്. വിനായകൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ അപകർഷതാബോധം, അല്പനർത്ഥം കിട്ടിയത്. അല്പൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജാതിയോ സാമൂഹിക വ്യവസ്ഥയോ ഒന്നുമല്ല, ഒരു മാനസിക നിലയാണ് ഞാൻ പറയുന്നത്. ഒപ്പം ഒട്ടും സന്തുലിതമല്ലാത്ത, ഒട്ടും സ്ഥിരതയില്ലാത്ത മനോവിചാരങ്ങൾ. അതിനോടൊപ്പം അദ്ദേഹം പലപ്പോഴായി ഉള്ളിലേക്ക് ചെലുത്തുന്ന ചില അസംസ്കൃത വസ്തുക്കൾ. ഇവയെല്ലാം ചേർന്നൊരു കോമ്പിനേഷൻ കോക്ടെയിലാണ് വിനായകൻ, അല്ലെങ്കിൽ വിനായകൻ്റെ മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥയ്ക്ക് എന്ത് ചികിത്സയാണ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഭിഷഗ്വരന്മാരാണ്, ഡോക്ടർമാരാണ്. വിനായകനെ അവരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടത് വിനായകൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആണ്. വിനായകൻ സ്വയം പോകില്ല. കാരണം വിനായകനെ സംബന്ധിച്ച് വിനായകൻ ഉന്നത ചിന്തകളുള്ള, വിനായകൻ പറയുന്ന കാര്യങ്ങൾ, ഉന്നത ചിന്തകൾ വളരെ ഗ്രാമ്യമായ ഭാഷയിൽ, വളരെ താഴെത്തട്ടിൽ ഉള്ള ആൾക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ പ്രകടിപ്പിക്കുന്ന, വളരെ ഉത്തേജിതനും ഇല്യൂമിനേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ബുദ്ധനെ പോലെ ആത്മജ്ഞാനം നേടിയ ഒരു വ്യക്തിയാണ് വിനായകൻ, വിനായകൻ്റെ മനസ്സിൽ തന്നെ. അല്ലെങ്കിൽ വിനായകൻ അങ്ങനെയാണ് സ്വന്തമായി മനസ്സിൻ്റെ കണ്ണാടിയിൽ തന്നെ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു നാർസിസിസ്റ്റ് സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. കാരണം ആ നാർസിസിസം എന്നുള്ളത് അദ്ദേഹം വളർത്തിയെടുത്തതാവാനാണ്. കാരണം ഒരു കാര്യം സത്യമാണ്, വിനായകൻ്റെ രൂപത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലുമൊക്കെ തുടക്കകാലത്ത് വിനായകൻ സിനിമയിലോ മറ്റോ ഒക്കെ ഒരു കരിയർ കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. സിനിമകളിൽ പോലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു രൂപഭാവത്തെയും അപ്പിയറൻസിനെയും തൊലിയുടെ നിറത്തെയും ഒക്കെ സംബന്ധിച്ച് കോമഡികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, തമാശകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അക്കാലത്ത് അത് ആസ്വദിച്ച് ചിരിക്കുന്നവർക്ക് അതിനപ്പുറത്തേക്ക് ഒരു തൊലിയുടെ നിറത്തിൽ ഒരു റേസിസത്തിലേക്ക് പോകാതെ, അത്തരത്തിലൊരു മനോഭാവത്തിലേക്ക് പോകാതെ അത്തരം തമാശകൾ ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. ഞാനും ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോഴും അന്നത്തെ മനോനിലയിൽ, അതായത് മറ്റൊന്നും ഉദ്ദേശിക്കാതെ, ഇതിന് പിന്നിൽ സന്ദേശം ഒളിപ്പിക്കാതെ, വെറുപ്പൊളിപ്പിക്കാതെ കൃത്യമായി പ്രേക്ഷകരുടെ മുമ്പിൽ ഇത്തരം കോമഡികൾ എത്തിക്കുവാൻ കഴിവുള്ള സംവിധായകരും തിരക്കഥാകൃത്തുക്കളും അത് അഭിനയിച്ച് ഫലിപ്പിക്കുവാൻ കഴിവുള്ള നടന്മാരുമുണ്ടെങ്കിൽ ഇന്നും ഞാനത് ആസ്വദിക്കും. അതുകൊണ്ട് ഞാൻ റേസിസ്റ്റ് ആകുന്നില്ല. റേസിസ്റ്റ് ആയ ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് അപമാനങ്ങൾ വിനായകന് നേരിടേണ്ടി വന്നിട്ടുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ ആ അപകർഷതാബോധമെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ താരതമ്യേന ജന്മം മുതലുണ്ടായിരുന്ന, അല്ലെങ്കിൽ തിരിച്ചറിവായ കാലം മുതലുണ്ടായിരുന്ന അപകർഷബോധത്തെ വളർത്തുവാനാണ് ഈ അനുഭവങ്ങളെല്ലാം സഹായിച്ചിട്ടുണ്ടാവുക. പിന്നീട് പണവും പ്രശസ്തിയുമൊക്കെ ആയപ്പോൾ ഈ അപകർഷതാബോധത്തെ മറച്ചു വയ്ക്കാൻ, ചികിത്സിക്കാതെ അതിനെ മറച്ചു പിടിക്കാനായി വിനായകൻ സ്വന്തമായി ഇത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമല്ലോ, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക. ആ പ്രക്രിയയിലൂടെ ആയിരിക്കാം തുടങ്ങിയിരിക്കുക. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഉഗ്രനാണ്, ഞാൻ കിടിലമാണ്, എനിക്ക് കഴിവുണ്ട്, ഞാൻ എല്ലാം നേടും, ഞാൻ സുന്ദരനാണ്, അങ്ങനെ പല മാനിഫെസ്റ്റേഷൻസോ അല്ലെങ്കിൽ ഒരു സ്വയം ഉറപ്പുകളോ നൽകിയിരിക്കാം. അതൊരു പക്ഷേ ഈ മാനസിക രോഗത്തിൻ്റെ ഉള്ളിലുള്ള അലയലികൾ കാരണം നാർസിസിസമായി, ഒരു വല്ലാത്ത ഭ്രാന്ത് പിടിച്ച സ്വയം പ്രേമമായി വളർന്നിട്ടുണ്ടാകും. ഞാനൊരു സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല. ഇത്രയും കാലം പൊതുമണ്ഡലങ്ങളിൽ പലരുമായി ഇടപഴകിയ പരിചയത്തിൽ വെച്ച് എൻ്റെ ഒരു എളിയ അഭിപ്രായം മാത്രമാണിത്. തീരുമാനത്തിലെത്തേണ്ടത് ഡോക്ടർമാരാണ്. വിനായകൻ മുൻപിൽ വന്നിരുന്നാലും ഇല്ലെങ്കിലും അയാളുടെ ഇത്രയും കാലത്തുള്ള പ്രകടനങ്ങളൊന്ന് വിലയിരുത്തി ഡോക്ടർമാരും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ, പ്രേക്ഷകരുടെ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ടെങ്കിൽ, സൈക്കോളജിസ്റ്റുകളുണ്ടെങ്കിൽ, സൈക്യാട്രിസ്റ്റുകളുണ്ടെങ്കിൽ, ഈ വിഷയത്തെ സംബന്ധിച്ച് വിനായകൻ്റെ പ്രകടനങ്ങളൊന്ന് നിരീക്ഷിച്ച് എന്താണ് നിങ്ങളുടെ അനാലിസിസ് എന്നുള്ളതും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി തീർച്ചയായും പങ്കുവയ്ക്കുക. പൊതുസമൂഹത്തിന് ഉപകാരമാകും. മറ്റു പ്രേക്ഷകർ പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച്, വിനായകനെ സംബന്ധിച്ച്, വിനായകൻ നല്ലവനാ കെട്ടവനാ, നല്ലവനോ അതോ തല്ലിപ്പൊളിയാണോ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം, ഈ വിഷയത്തെ പൊതുവെ സംബന്ധിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും
മറ്റുള്ള വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.